ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമ്പർ 28 വെസ്റ്റ് ബംഗാൾ. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യയുള്ള 4ാമത്തെയും വിസ്തീർണം അനുസരിച്ച് 13ാമത്തെയും സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കൂടാതെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 8ാമത്തെ രാജ്യ ഉപവിഭാഗമാണ് ഈ സംസ്ഥാനം. നമ്പർ 27 ഉത്തരാഖണ്ഡ്. ഉത്തരാഞ്ചൽ എന്നും അറിയപ്പെടുന്ന ഈ സംസ്ഥാനം ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയിൽ 1.6%. മികച്ച AQI ഉള്ള ഇന്ത്യയിലെ ഏറ്റവും പച്ചപ്പുള്ള 10 സംസ്ഥാനങ്ങളിൽ 6ാം സ്ഥാനത്താണ് ഉത്തരാഖണ്ഡ്. ദൈവങ്ങളുടെ നാട്, മാതൃഭൂമി, വടക്കൻ ഭൂമി എന്നെല്ലാം ഇന്ത്യയുടെ ഈ സംസ്ഥാനത്തിന് പേരുണ്ട്. നമ്പർ 26 ഉത്തർപ്രദേശ്. വടക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ 241 ദശലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട്. ഇത് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായിരുന്നു. ഒരു രാജ്യമായിരുന്നെങ്കിൽ ലോകത്തിലെ 6ാമത്തെ വലിയ സംസ്ഥാനമാകുമായിരുന്നു ഇത്. 1950-ലാണ് ഉത്തർപ്രദേശ് സ്ഥാപിതമായത്. നമ്പർ 25 ത്രിപുര. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഒരു രാജ്യമായി ഇത് രാജ്യത്തെ 3ാമത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ്. ബ്രിട്ടീഷ് രാജ്യത്ത് ഭരണകാലത്ത് ഒരു നാട്ടുരാജ്യമായി ഇത് മാറി. 1947 സ്വതന്ത്ര ഇന്ത്യയിൽ ലയിക്കുകയും 1972 ഇത് ഇന്ത്യയുടെ പൂർണ്ണ സംസ്ഥാനവുമായി മാറി. നമ്പർ 24 തെലങ്കാന. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്ത് ഉയർന്ന ഡെക്കാൻ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന. ഇത് വിസ്തീർണം അനുസരിച്ച് 13ാമത്തെ വലിയ സംസ്ഥാനവും ഇന്ത്യയിലെ 12ാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനവുമാണ്. നമ്പർ 23 തമിഴ്നാട്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ 10ാമത്തെ വലിയ സംസ്ഥാനവും ജനസംഖ്യ പ്രകാരം 6ാമത്തെ വലിയ സംസ്ഥാനവുമാണ് ഇത്. ക്ഷേത്രങ്ങളുടെ നാട് എന്നും തമിഴ്നാട് അറിയപ്പെടുന്നു. 1956-ലാണ് ഈ സംസ്ഥാനം സ്ഥാപിതമായത്. നമ്പർ 22 സിക്കിം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഇത്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞതും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 2ാമത്തെ ഏറ്റവും ചെറുതുമാണ് സിക്കിം. കിഴക്കൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിം ആൽപൈൻ ഉപ ഉഷ്ണമേഖലാ കാലാവസ്ഥകൾ ഉൾപ്പെടെയുള്ള ജൈവ വൈവിധ്യത്തിന് പേരുകേട്ടതാണ്. നമ്പർ 21 രാജസ്ഥാൻ. രാജാക്കന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന ഈ സംസ്ഥാനം 1949-ലാണ് രൂപീകൃതമായത്. രാജസ്ഥാന്റെ ഭൂമി എന്നറിയപ്പെടുന്ന ഇത് ശാസ്ത്രപരമായ സവിശേഷതകൾ കൊണ്ട് താർ മരുഭൂമിയും ആരവല്ലി പർവ്വത നിരകളുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ 7ാമത്തെ വലിയ സംസ്ഥാനവുമാണ് ഇത്. നമ്പർ 20 പഞ്ചാബ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ പഞ്ചാബിനെ 5 നദികളുടെ നാട് എന്നും വിളിക്കുന്നു. 1950 ജനുവരി 20-നാണ് പഞ്ചാബ് രൂപീകൃതമായത്. ഇവിടുത്തെ ചരിത്രം വ്യത്യസ്ത സംസ്കാരങ്ങളും ആശയങ്ങളുമുള്ള ഗോത്രക്കാരുടെ കുടിയേറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. നമ്പർ 19 ഒഡീഷ. കിഴക്കൻ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമായ ഒഡീഷ വിസ്തീർണം അനുസരിച്ച് 8ാമത്തെയും ജനസംഖ്യ അനുസരിച്ച് 11ാമത്തെയും സംസ്ഥാനമാണ്. 41 ദശലക്ഷത്തിലധികം നിവാസികൾ ഇവിടെയുണ്ട്. ഇന്ത്യയിലെ 3ാമത്തെ വലിയ പട്ടികവർഗ ജനസംഖ്യയും ഈ സംസ്ഥാനത്തിനുണ്ട്. നമ്പർ 18 നാഗാലാൻഡ്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ഒരു സംസ്ഥാനമായ നാഗാലാൻഡ് രാജ്യത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറുന്നു. നാഗന്മാരുടെ നാട് എന്നും ഇതിന് വിളിപ്പേരുണ്ട്. മുൻപ് ആസാമിന്റെ ഭാഗമായിരുന്ന ഇത് 1963 ഡിസംബർ 1-നാണ് സംസ്ഥാനമായത്. നമ്പർ 70 മിസോറാം. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ മിസോറാം ഉപഗ്രഹ ഡാറ്റ പ്രകാരം മിസോറാമിന്റെ വിസ്തൃതിയുടെ 84.53% വനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് ഇന്ത്യയിലെ 4ാമത്തെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനമായി മാറുന്നു. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനവും ഇതാണ്. നമ്പർ 60 മേഘാലയ. മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഈ സംസ്ഥാനം വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അസം സംസ്ഥാനത്ത് നിന്ന് 2 ജില്ലകൾ വേർപെടുത്തി 1973 ജനുവരി 21-ന് മേഘാലയ രൂപീകരിച്ചു. നമ്പർ 50 മണിപ്പൂർ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഈ സംസ്ഥാനം സ്വർണ്ണനാട് എന്നാണ് അറിയപ്പെടുന്നത്. 1972 ജനുവരി 21-നാണ് ഇത് സംസ്ഥാനമായി രൂപീകൃതമായത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മണിപ്പൂർ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു. മണിപ്പൂർ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഏകദേശം 53% മെയ്തേയ് ജനതയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ബാക്കിയുള്ള 14 സംസ്ഥാനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.